ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് വീടൊക്കെ ആകെ കുഴഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? നമുക്കൊന്നിച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പലർക്കും പല രീതിയിലാണ് വീട്ടിൽ ജോലികൾ ഉണ്ടായിരിക്കുക അല്ലേ? മുതിർന്നവരും കുട്ടികളും ഉള്ള വീടുകളിൽ അതനുസരിച്ച് ജോലികളുണ്ടാവും. അതല്ല, മക്കളും ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ജോലികൾ തീരും. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വീട്ടിലെയും ജോലികൾ പെട്ടെന്ന് തീർത്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ വീട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പല എസ്തെറ്റിക് വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ നല്ല വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണുമ്പോഴോ നമുക്ക് തോന്നാറുണ്ട്, നമ്മുടെ വീടൊന്നും ഇത്ര ഭംഗിയില്ലല്ലോ, ഈ രീതിയിൽ നമ്മുടെ വീടൊന്നും ആയിട്ടില്ലല്ലോ എന്ന്. പക്ഷെ അതിനേക്കാളൊക്കെ വലുതെന്ന് പറയുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, നമ്മുടെ വീട് എത്ര ഭംഗിയായിട്ടാണോ ഉള്ളത്, അതിനെ കൂടുതൽ മനോഹരമാക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒരു വീടിന് വേണ്ടത് മനസ്സമാധാനമാണ്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വഴിയേ വന്നോളൂ കേട്ടോ. നമ്മളെപ്പോഴും ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബെഡ്റൂമിലെ ബെഡ്ഷീറ്റുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മാക്സിമം മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടാൽ പിന്നെ എപ്പോഴും നമ്മൾ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ബെഡ്ഷീറ്റുകൾ കാണും, പക്ഷേ നമ്മളത് ക്ലീൻ ചെയ്യില്ല. രാത്രി വരെ അത് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അതുപോലെ ജനലും വാതിലുകളും എപ്പോഴും തുറന്നിടുക. അതിൽ നിന്ന് വരുന്ന ഒരു ഫ്രഷ് എയർ നമ്മൾക്ക് റൂമിൽ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പോൾ തന്നെ എടുത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും ഊരി അവിടെ ഇടാതെ നേരെ അപ്പം തന്നെ അതൊരു ലോണ്ട്രി ബാസ്ക്കറ്റിലേക്ക് മാറ്റുമോ അല്ലെങ്കിൽ അപ്പം തന്നെ അത് വാഷ് ചെയ്യാനായിട്ട് ഇടുകയോ ചെയ്യുക. നമ്മുടെ ചെറിയ താക്കോലുകൾ, അതുപോലെ മൊബൈൽ വെക്കുന്ന സാധനങ്ങൾ, അതെല്ലാം നമ്മൾ അപ്പം തന്നെ മൊബൈൽ ചാർജർ പോലെയുള്ള സാധനങ്ങളെല്ലാം അപ്പം തന്നെ എടുത്ത് 5-10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ജോലികൾ നമ്മളവിടെ ഇട്ടിട്ട് പോകുമ്പോഴാണ് പിന്നീട് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറഞ്ഞ് ബെഡ്റൂം ആകെ ബോറായിട്ട് കാണുകയും നമുക്ക് തന്നെ ഒരു ഇത്രയും ജോലികളുണ്ടല്ലോ ഇനിയും ചെയ്യാനെന്നുള്ളൊരു മൈൻഡ് വരെയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കുഞ്ഞു ജോലികൾ, കുഞ്ഞു സാധനങ്ങൾ എല്ലാം തന്നെ വേണ്ടെടുത്ത് പെട്ടെന്ന് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട് എല്ലാം ഒന്നിച്ച് ക്ലീൻ ചെയ്യാനായിട്ടിരിക്കാതെ ഓരോ ദിവസം ഓരോ ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി മടുപ്പില്ലാതെ തന്നെ ഈ ജോലികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളെല്ലാം കൂടി ചെയ്യാനുള്ളപ്പോൾ രാവിലെ തന്നെ നമ്മൾ വിചാരിക്കും, ഇന്ന് ഇത്രയും വർക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരു എന്താ പറയുക, നമുക്കൊരു സ്ട്രെസ്സ് പോലെ അത് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ അതേസമയം ഒരു ദിവസം ഒരു റൂമാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റൂം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരാഴ്ച മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ആഴ്ചയിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ റൂം ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ മതി. ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും അഴുക്കൊന്നും വരാതിരിക്കുകയും ചെയ്യും കേട്ടോ. ഒരു ദിവസം അടുക്കള, ഒരു ദിവസം ലിവിങ്, ഒരു ദിവസം ബെഡ്റൂം, അങ്ങനെ നമ്മൾ ഓരോരോ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്രഷ് മൈൻഡും പോസിറ്റീവ് എനർജിയും കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒരു പോസിറ്റീവായിട്ടുള്ള മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് മ്യൂസിക് കേൾക്കാം. അതല്ല പോഡ്കാസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള നമ്മൾക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കേണ്ടവർക്ക് അതൊക്കെ കേട്ടിട്ടോ ജോലി ചെയ്യാം കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് റേഡിയോയുടെ വോയിസ് അല്ലേ. നമ്മളതൊന്നും അന്ന് അത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പാരൻസ് ആണെങ്കിലും അമ്മമാരാണെങ്കിലും ന്യൂസുകൾ കേട്ടുകൊണ്ടിരുന്നതും അവർക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നതും ആ ഒരു റേഡിയോയിൽ നിന്നായിരിക്കും അല്ലേ. നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ട് ന്യൂസൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് അവരും അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾക്കിപ്പോൾ റേഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ ആണല്ലേ ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ജോലി ഒരു മടുപ്പായിട്ട് ഫീൽ ചെയ്യൂല കേട്ടോ. നമ്മളെപ്പോഴും മുറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജനലുകളിലും അതുപോലെ നമ്മുടെ റൂമിൻ്റെ മുകളിലൊക്കെ ഉള്ള മാറാലകൾ ചെറിയ രീതിയിൽ തട്ടിക്കുടഞ്ഞിട്ട് താഴത്തേക്ക് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മുറിയിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. ഒരുപാട് മാറാല കെട്ടിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ പൊടികളോ കാണുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് വരാനോ അല്ലെങ്കിൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ബാഡ് എനർജി റൂമിലേക്ക് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ട് താഴത്തെ തറ ക്ലീൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു റൂം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പഴയ സാധനങ്ങൾ നമുക്ക് ആഴ്ചയിൽ മാറ്റാം കേട്ടോ. എല്ലാ ആഴ്ചയിലും പഴയ സാധനങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗം തീർന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്ത് മതിയായിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ ആഴ്ചയിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ വീട്ടിൽ കുന്നുകൂടുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും കേട്ടോ.
അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ബാസ്ക്കറ്റ് കരുതി വെക്കുക. പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷന് വേണ്ടി പെട്ടെന്ന് പോവുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ഈ മെസ്സി ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് അടക്കി വെക്കാൻ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട് കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണുന്നവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതൊക്കെയാണ് കേട്ടോ അധികം മടുപ്പില്ലാതെ വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വിദ്യകൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.